ഇതുപോലത്തെ ഒരു ഭാഗ്യം കേട്ട ടീം ഈ IPL വേറെ ഉണ്ടായിരിക്കില്ല. അത് പഞ്ചാബ് തന്നെയാണ്. എല്ലാ വർഷവും പഞ്ചാബ് ഒരുപോലെയാണ് കളിക്കുന്നത്. എത്ര മാച്ചായാലും അവർക്ക് ജയിക്കാൻ സാധിക്കുന്നില്ല. ഇന്ന് മുംബൈക്കെതിരെയും പഞ്ചാബ് തോറ്റിരിക്കുകയാണ്. മുംബൈ ടീം ഇന്ന് മികച്ച വിജയമാണ് സ്വന്തമാക്കിയത്. ശശാങ്ക് സിംഗ് അടിച്ചു കളിച്ചിട്ടും അവർക്ക് ജയിക്കാൻ സാധിച്ചില്ല. വിക്കറ്റുകൾ പെട്ടെന്ന് പോയതാണ് പഞ്ചാബിന് പണിയായത്. ഇന്ന് കളി തോറ്റ ശേഷം പഞ്ചാബ് ക്യാപ്റ്റൻ സാം കറൻ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. കളി തോറ്റ് സാം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഞങ്ങൾക്കിപ്പോൾ കളി ജയിക്കാൻ സാധിക്കുന്നില്ല. ഇന്ന് ഞങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പ്രധാനമായും ബാറ്റിങ്ങിലാണ് പണിയായത്. ഞങ്ങളുടെ വിക്കറ്റുകൾ പെട്ടെന്ന് തന്നെ പോയി. അതാണ് ഞങ്ങൾ കളി തോൽക്കാൻ കാരണമായത്. മുംബൈ ടീമിൽ രോഹിത് ശർമ്മ, സൂര്യ ഇവരെല്ലാം തന്നെ നന്നായി കളിച്ചു. ആ ഒരു കൂട്ടുകെട്ട് പൊളിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. അതാണ് ഞങ്ങൾക്ക് പണിയായത്. ഇല്ലെങ്കിൽ ഒരു പക്ഷേ മുംബൈ ടീമിനെ ഇന്ന് 150 റൺസിൽ ഞങ്ങൾക്ക് ഒതുക്കാമായിരുന്നു. എന്നാൽ അവർ അടിച്ചു കളിച്ചു. നല്ലൊരു ടാർഗറ്റാണ് മുംബൈ ടീം ഞങ്ങൾക്ക് തന്നത്. എങ്കിലും ഞങ്ങൾ സെക്കൻഡ് ബാറ്റിങ്ങിൽ തിരിച്ചടിക്കുമെന്നായിരുന്നു കരുതിയത്. എന്നാൽ ടീമിലെ ആർക്കും തന്നെ ഫോമാകാൻ സാധിച്ചില്ല. വിക്കറ്റുകൾ തുരുതുരെ വലിച്ചെറിഞ്ഞു. അതാണ് ഞങ്ങൾക്ക് പണി കിട്ടിയത്. പക്ഷേ ഞങ്ങൾ തെറ്റുകൾ തിരുത്തി അടുത്ത മത്സരത്തിൽ ശക്തമായിട്ട് തിരിച്ചു വരുമെന്ന് സാം കറൻ വ്യക്തമാക്കി. പഞ്ചാബിന് പ്ലേ ഓഫിലെത്താനുള്ള സാധ്യത കുറവാണ്. അതുപോലത്തെ കളിയാണ് അവർ ഇന്ന് കാഴ്ചവെച്ചത്. ഇതേ സമയം തന്നെ മുംബൈ ടീം മികച്ച പ്രകടനം പുറത്തെടുത്ത് പ്ലേ ഓഫിലേക്ക് അടുക്കുകയാണ്. അവർക്കിനി വരുന്ന മാച്ചുകളിൽ ജയിച്ചാൽ ഈസി ആയിട്ട് പ്ലേ ഓഫിലെത്താം. സൂര്യകുമാർ മികച്ച ഫോമിലാണ്. അതുപോലെ ഓപ്പണിങ്ങിൽ രോഹിത് ശർമ്മയും അടിച്ചു കളിക്കുന്നുണ്ട്. ബൗളേഴ്സ് ആണെങ്കിൽ മികച്ച പ്രകടനം പുറത്തെടുത്തപ്പോൾ പഞ്ചാബ് ശരിക്കും നാണം കെട്ടു. പഞ്ചാബിന്റെ വിക്കറ്റുകൾ ഇത്രയും പെട്ടെന്ന് പോകുമെന്ന് ആരും തന്നെ കരുതിയില്ല. പക്ഷേ അവസാനം ശശാങ്ക് സിംഗ് അടിച്ചു കളിച്ചു. പിന്നീട് താരം ഔട്ടായി. എന്നാൽ ഇതേ സമയം തന്നെ അശുതോഷ് ശർമ്മ മികച്ച ബാറ്റിംഗ് പുറത്തെടുത്തു. അവനും ടീമിനെ ജയിപ്പിക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.